തെച്ചിയും തുളസിയും വളരാത്ത ഭരതപ്രതിഷ്ഠയുള്ള ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ശ്രീരാമൻ്റെ സഹോദരനായ ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠയില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിനകത്ത് കൂത്തമ്പലമുണ്ട്. മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം. രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭമായിട്ടാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നതാണ് ഉത്തമം. മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടികേറി തിരുവോണം നാളിൽ ആറാട്ട് നടക്കുന്ന വിധത്തിൽ 11 ദിവസത്തെ കൊടിയേറ്റ് ഉത്സവവും തിരുവോണം നാളിലെ തൃപ്പൂത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ക്ഷേത്രത്തിൻ്റെ ഈ പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മാണിക്യം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം എന്നാണ് കരുതുന്നത്. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന സംജ്ഞത ചേർത്ത് വിളിച്ചിരുന്നു. കൂടൽ എന്നത് പണ്ടുകാലത്ത് 2 നദികൾ സംഗമിച്ചിരുന്ന ഇടം ആയതിനാൽ വന്നതാകാം എന്നാണ് പറയുന്നത്. ജൈന സന്യാസിമാർ കൂടിച്ചേരുന്ന സ്ഥലമായതിനാലാണ് ഈ പേരെന്നും അതല്ല ബുദ്ധമതവും ജൈനമതവും കൂടിച്ചേരുന്നതിനാണ് ഈ പേര് എന്നതും പറയുന്നുണ്ട്. കൂടക്കല്ല് ലോപിച്ചതാണ് എന്നും പറയുന്നു. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്നു ദാശരഥി. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നത്തിൽ ദർശനം ലഭിച്ചു. തൊട്ടടുത്ത ദിവസം സമുദ്രതീരത്ത് നിന്ന് മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, കുലീപിനി തീർത്ഥകരയിൽ ഭരതക്ഷേത്രവും ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട, പൂർണ്ണ നദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പൊതുവാൾ ക്ഷേത്രം, ഭരതക്ഷേത്രത്തിന് സമീപത്തായി ശത്രുഘ്ന ക്ഷേത്രവും പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമാണ് ചെയ്യാറുള്ളത്. വാതിൽ മാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല. ഇവിടെ ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ഇവിടെ വളരില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്.